ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ രാവിലെ എണീറ്റ് വരുന്ന സീനാണ് കേട്ടോ. കണ്ണൊക്കെ തിരുമ്മി നമുക്ക് രാവിലെ ഒരു 5 മണി 5:10 ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ 6 മണിക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് 5 മണിക്ക് ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റു. എന്നത്തെയും പോലെ ദാ നടയിൽ തിരിയൊക്കെ വെച്ച് അന്നത്തെ ദിവസം കർത്താവിൻ്റെ കൈ കൊടുത്ത് എൻ്റെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക്. ഇനിയുള്ള പണികളൊക്കെ ചടപടേന്നാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയ പലരും എന്നോട് ചോദിച്ചു, പേര് പറയുന്നില്ല, ഫാമിലിയെ പറ്റി പറയുന്നില്ല. അതൊക്കെ നമുക്ക് പറയാം. ഞാൻ 1-2 വീഡിയോസിൽ ഞാൻ പേരൊക്കെ അവിടെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജിഫി എന്നാണ് എൻ്റെ പേര്. ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. ഒരു ചെറിയ കുടുംബം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പറയാം കേട്ടോ. എല്ലാവരും കൂടി ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പതിവ് പരിപാടികളൊക്കെ തന്നെ. അപ്പോൾ രാവിലെ നമുക്ക് ഇന്ന് പുട്ടും പരിപ്പുമാണ്. അപ്പോൾ അതാ പരിപ്പ് വേവിക്കാൻ വേണ്ടി, പരിപ്പ് നല്ല ടേസ്റ്റിൽ വെന്തോരൊരു ടിപ്പ് ഞാൻ പറയട്ടെ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. പരിപ്പിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, പരിപ്പൊക്കെ വേവിക്കുമ്പോൾ വേപ്പിലിട്ട് വേവിക്കരുത്, കുക്കർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എന്താ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, വേപ്പില ഒന്നും ഇട്ടിട്ടില്ല. പൊടികൾ മാത്രം ഇട്ടിട്ട് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പരിപ്പിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടാണ്. എനിക്ക് പൊൻകുതിറിൻ്റെ പുട്ട് പൊടിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ കറക്റ്റ് കണക്കാണല്ലോ. 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് പൊടി. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് അലക്കാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ അവിടെ കിടന്നത് കറങ്ങിക്കോളും. പക്ഷേ വല്ലാത്തൊരു 8ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അത് പുറകെ പറയാം. അപ്പോൾ അതാ രാവിലെ തന്നെ ട്യൂഷന് മുന്നേ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് കൊണ്ടുപോകാനായിട്ടുള്ള കറികളും കാര്യങ്ങളും, പച്ചക്കറി എന്തെങ്കിലും കൊടുത്തു വിടണമല്ലോ. മക്കളുടെ സ്കൂളിൽ നോണൊക്കെ കൊണ്ടുപോകാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ പച്ചക്കറി എന്തെങ്കിലും ഞാൻ കൂടെ കരുതും. അപ്പോൾ ഇതാ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. നമ്മൾ ഈ ബീട്രൂട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ വലിപ്പത്തിൽ അരിഞ്ഞിട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. ഉപ്പിട്ടിട്ട് തിരുമ്മി വെച്ചോളൂ. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അപ്പം നമുക്കിപ്പോൾ ബീട്രൂട്ടും ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള ബീട്രൂട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെയുള്ള പരിപ്പും ഒന്നിച്ച് റെഡിയാക്കാം. അപ്പോൾ ഇതാ രണ്ടും ഒരേ സമയത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2ലും കടുക് പൊട്ടിക്കണം കേട്ടോ. എനിക്ക് കടുക് പൊട്ടിക്കാനും കടുക് പൊട്ടിച്ചിട്ടുള്ള കറികളുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ പരിപ്പിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ചതച്ചതും ഉള്ളി ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ കടുക് പൊട്ടിച്ച ഉടനെ കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ടപ്പേന്ന് പറഞ്ഞ് ഇളക്കി അതേ സ്പീഡിൽ തന്നെ വേഗം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ ഇരുന്നത് വെന്തോളും. നമ്മൾ വേറെ സവാള വാട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതിവിടെ പരിപ്പ് സാധാരണ കാച്ചുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ താളിച്ചെടുക്കുന്ന പോലെ തന്നെ, ഞങ്ങളിവിടെ എറണാകുളത്തുകാരൊക്കെ താളിച്ചെടുക്കാമെന്നാണ് കേട്ടോ പറയാം. പരിപ്പ് താളിച്ചതെന്നാണ് പറയാം. അപ്പോൾ ഇതാ മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അവിടെ മൊരിയിച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം കുറവ് പോലെ തോന്നി എനിക്ക്. ചില പരിപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറുകി വരും, ചിലത് വേഗില്ല. ചില കല്ലമ്പരിപ്പ് അങ്ങനെ തന്നെ എത്ര വിസിലടിച്ചാലും നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഞാൻ വേവില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ പരിപ്പ് അത്യാവശ്യം നല്ലതായിരുന്നു. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇത്തിരി ലൂസാക്കി എടുത്തിട്ടുണ്ട്. പുട്ടിന് ഇങ്ങനെ കട്ട പോലെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാ രാവിലത്തെ ഓൺലൈൻ ട്യൂഷൻ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു. ഒരു 6 to 7 വരെ SLCക്കാരുടെ പരീക്ഷ ഇങ്ങനെ വന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓൺലൈനിലായിരുന്നു ട്യൂഷൻ. അപ്പോൾ അത് കഴിഞ്ഞു. അന്നമോൾ അവിടെ അവരുടെ കൂടെ തന്നെ അവളൊപ്പം വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇതാ ഗേറ്റൊക്കെ തുറക്കുകയാണ്. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ആ ഗേറ്റിലിട്ടിന് മുട്ടി തകർത്ത് പൊളിക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതാ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിൻ്റെ പൊടി നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അതൊക്കെ കറക്റ്റ് സെറ്റായി, വെള്ളമൊക്കെ ചേർത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പൊതുവെ ഇവിടെ പുട്ടിന് പീരി ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ പുട്ടിന് പീരി ഇടും കേട്ടോ. എനിക്ക് വല്ലാണ്ട് തോന്നും പീരി ഇല്ലാണ്ട് വെക്കുമ്പോഴത്തേനും. കാരണം പീരി ഇട്ട് വെക്കുന്ന പുട്ട് ഇവർ പീര മാറ്റിക്കളയും. അപ്പം ഞാൻ ഓർക്കും 10-30 രൂപ കൊടുത്തിട്ട് തേങ്ങ മേടിച്ചിട്ട് ആ പീര പെറുക്കി കളയണം കാണുമ്പോഴത്തേനും
കുറേ നാളൊക്കെ ഞാൻ പീരി ഇടാണ്ട് വെക്കാറുണ്ട്. പിന്നെ എനിക്ക് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഫീല് തോന്നി, എന്തിനാണ് ഇങ്ങനെ പീരി ഇല്ലാണ്ട് പുട്ട് തിന്നിട്ടെന്ന് ഓർത്തു. അപ്പോൾ അത് ആ സൈഡിൽ നമ്മൾ പാൽച്ചായ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു കട്ടനും വെക്കും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു പാൽച്ചായയും. സാധാരണ എല്ലാ വീടുകളിലും അങ്ങനെയാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആ പുട്ടൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുടെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടി മോളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്ത് വിടുന്നുണ്ട്. അവൾക്ക് താറാമുട്ടയുടെ ആ ഒരു ടേസ്റ്റും ഒരു കട്ടിപ്പുണ്ടല്ലോ താറാമുട്ടയ്ക്ക്, അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് കോഴിമുട്ടയാണ് ഇഷ്ടം. അത് ജോക്കുട്ടനും അതെ, താറാമുട്ടയുടെ ടേസ്റ്റ് അവന് ഇഷ്ടമല്ല. എന്നാലും വെള്ള കഴിക്കും, ആ ഉള്ളിലെ ഉണ്ണിയുടെ ടേസ്റ്റ് ഇല്ല, അത് അവന് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ലഞ്ച് ബോക്സിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. പുട്ടൊക്കെ അവിടെ റെഡിയായി വരുന്നുണ്ട്. ചോറും നല്ല ബീട്രൂട്ട് മെഴുക്കുവരട്ടി. ബീട്രൂട്ട് വെറും 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി വെച്ചേക്കുന്നതുകൊണ്ട് വേറെ ഉപ്പൊന്നും പിന്നെ ആ കറിയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ പുറകെ കുറച്ച് നമ്മൾ നാരങ്ങച്ചാറും ബീട്രൂട്ട് മെഴുക്കുവരട്ടി, പരിപ്പ് കറിയും മുട്ട പൊരിച്ചതും കൂട്ടി ഇതാ അന്നമോള് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ കഴിഞ്ഞു. അവരൊക്കെ അങ്ങോട്ട് പോയി. മോനും അംഗനവാടി പോയി, ഹസ്ബൻഡും ജോലിക്ക് പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ കറണ്ട് അങ്ങോട്ടൊരു പോക്ക് പോയി. എന്തോ ഭാഗ്യത്തിന് രാവിലെ ഞാൻ മോട്ടറൊക്കെ അടിച്ച് ടാങ്ക് നിറച്ചിട്ടിരുന്നതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാലും ഞാൻ ഷൂട്ട് ചെയ്യാൻ വെച്ചതൊക്കെ, വീഡിയോ എടുക്കാനിരുന്നതൊക്കെ എന്തായാലും ഞാൻ നിർത്തി വെച്ചില്ല കേട്ടോ. ഞാൻ അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതാ ഇരുട്ടത്ത് കുറച്ച് പണികളാകാം ഇനി. അപ്പോൾ അതാ വെള്ളം കുടിക്കാനുള്ള വെള്ളം മേശപ്പുറത്ത് എടുത്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ ബെഡ്റൂമൊക്കെ നമുക്ക് നൈസായിട്ടൊന്ന് ഒതുക്കിയിടാം. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഷീറ്റൊക്കെ മാറ്റിയത് കൊണ്ട് കൂടുതലൊന്നുമില്ല. വീടൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് വേഗം അടിച്ചിടാം. എന്നത്തെയും പോലത്തെ തന്നെ പരിപാടികളൊക്കെ തന്നെയാണ് നമുക്ക് എന്നും ഉള്ളത്. പക്ഷേ അതിൽ കുറേ വെറൈറ്റികൾ കൊണ്ടുവരുമ്പോഴാണ്, വിഭവങ്ങൾക്കാണെങ്കിലൊക്കെ കുറേ വെറൈറ്റികൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ വിളമ്പി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ, ആഹാ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടി ഗാർഡനിലെ കുട്ടി കുട്ടി ചെടികളൊക്കെ നനയ്ക്കാണ്. നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാട്ടോ. കുറച്ച് പരീക്ഷയുടെ തിരക്കും എല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ചെടി നനക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കിതാ കറണ്ട് വന്നു. കറണ്ട് വന്നപ്പോൾ നമ്മളിതാ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നതൊക്കെ, രാവിലത്തെ പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുമായിരുന്നു. അതെല്ലാം കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം കുറച്ച് തിളപ്പിച്ച് വെക്കുക. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചോട്ടെ, പ്യൂരിഫയർ ഉണ്ടല്ലോ, എന്തിനാണ് പിന്നെ വേറെ വെള്ളം തിളപ്പിച്ച് വെക്കണത്? പ്യൂരിഫയർ ഒന്ന് പയ്യെ വെള്ളം വരുള്ളൂ. അത് മേടിച്ച് 2 ആഴ്ച ഉപയോഗിച്ചു, പിന്നെ അങ്ങ് സർവീസ് ചെയ്യാൻ വിളിക്കാനേ നേരം ഉണ്ടായുള്ളൂ. അപ്പോൾ പ്യൂരിഫയർ മേടിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് നോക്കി മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സിനുള്ള കുറച്ച് അരി കഴുകി അവിടെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ നമുക്കത് വറുത്തെടുക്കാം. എന്തിനാ ഇങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ അരിയുണ്ട കഴിച്ചിട്ടില്ല? അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഓർത്ത് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഒരു ഗ്ലാസ് അരിയെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം പോയി കഴിഞ്ഞിട്ട് വറുത്ത് അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് ചായക്ക് പകരം കുമ്മിട്ട് ജ്യൂസ് കൊടുക്കാൻ ഓർത്തു. ശരിക്കും അരിയുണ്ടയ്ക്ക് നല്ല കട്ടൻ ചായ അല്ലെങ്കിൽ നല്ല കടുപ്പത്തിലുള്ള പാൽ ചായ ആണ് കോമ്പിനേഷൻ. പക്ഷെ ഇവിടെ ഞാൻ അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. കാരണം രാവിലെ ഈ പാൽ ചായയും കട്ടൻ ചായയും തന്നെ കുടിച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ അതെനിക്ക് പറ്റിയൊരു വലിയൊരു മണ്ടത്തരാണ്. ഞാൻ എല്ലാം കൂടി വെച്ചിട്ട് കുറേ പഞ്ചസാര മാറിയിട്ട് അടിച്ചു. ഇങ്ങനെ തന്നെ അടിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞാൻ എൻ്റെ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം കോരിക്കൊണ്ട് ഒഴിച്ചപ്പോഴത്തേനും അവിടെ ആ സകലം തെറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ വരെ പോയി. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ എല്ലാം തൂത്ത് തുടച്ചെല്ലാം മാറ്റി മെനയാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത പണികളൊക്കെ ചെയ്യാനായത്. കാരണം നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് പഠിക്കണം. ഇങ്ങനെ വലിയ കൂടിയ ബുദ്ധിയൊക്കെ കാണിക്കുമ്പോഴത്തേനും നല്ല ഇരട്ടി പണിയിട്ട് ചൂല് വരെ നനഞ്ഞു പോയി. അമ്മാതിരിയായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു കായക്കൊല പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നല്ല പണിയാണ്. കാരണം നമ്മുടെ ഓവൻ്റെ അങ്ങോട്ടൊക്കെ തെറിച്ചിട്ട് അപ്പോഴാണ് ഞാൻ ക്യാമറ ഓണാണല്ലോ എന്ന് ഓർത്തത്. എന്ത് ചെയ്യാനാ, ക്ലീൻ ചെയ്യാണ്ട് വരില്ല. അപ്പോൾ അത് ഓഫ് ചെയ്ത് പോയി ക്യാമറ ഓഫ് ചെയ്തിട്ട് വീണ്ടും അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു. പിന്നെ അത് പകുതി അതിൽ നിന്ന് മാറ്റി രണ്ടാമത് ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ജോക്കൂടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തണുത്ത ജ്യൂസ്. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാലേ അങ്ങോട്ട് വീഴും. അധികം കൊടുക്കാറില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളുടെ സന്തോഷം കൂടി ഒന്ന് നോക്കണ്ടേ. അപ്പോൾ അതാ നമുക്ക് അരി വറുത്ത് പൊടിച്ചെടുക്കാം. അതിൻ്റെ തണുപ്പ് തണുപ്പല്ല, ചൂട് പോയ ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. അപ്പോൾ 2 പ്രാവശ്യം ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു
ഒരു മുറിയുടെ പകുതിയോളം തേങ്ങ ചിരണ്ടിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ച മിക്സിയിൽ നമ്മൾ അന്ന് കിച്ചൺ ടിപ്സ് കാണിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിരുമ്മി കൂട്ടുക. കൈ വെച്ച് തിരുമ്മി കൂട്ടണം. സ്പൂണ് വെച്ച് ഇളക്കിയിട്ടൊന്നും കാര്യമില്ല. സ്പൂണ് വെച്ച് ഇളക്കിയിട്ട് തോറ്റിട്ടാണ് ഞാൻ കൈ വെച്ച് തിരുമ്മി കൂട്ടിയിട്ട് ലഡുവൊക്കെ ഇങ്ങനെ പിടിക്കുന്ന പോലെ പിടിച്ചെടുക്കുക. ശർക്കര ആയതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ല ബോള് പോലെ കിട്ടും. ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുക. തണുപ്പോടുകൂടി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറിന് ഇന്ന് കഞ്ഞിയാണ്. കഞ്ഞിയും തക്കാളി വാട്ടിയതും കുറച്ച് തേങ്ങാ ചമ്മന്തിയും. അപ്പോൾ ദാ ചെറുപയർ ഇട്ട് വെച്ച കഞ്ഞിയാണ്. ചെറുപയർ ഞാനവിടെ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ: തേങ്ങാപ്പീര, കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സവാളയിലും മതി, കുറച്ച് വറ്റൽമുളക്, ഒരു പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി, ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ കഞ്ഞി കുടിക്കാൻ. അടിപൊളിയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് മിക്സി എടുത്ത് വെക്കും, ജാറെടുത്ത് വെക്കും. കഴിഞ്ഞ പ്രാവശ്യം മിക്സി എടുത്ത് വെക്കുന്ന പറഞ്ഞാൽ ചേച്ചി അങ്ങനെ തന്നെ മിക്സി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമോ എന്ന് ചോദിച്ചു എന്നോട് ആരോ. അപ്പോൾ ചെറിയ ജാറെടുത്ത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. അപ്പോഴാണ് ഓർത്തത് അലക്കിയിട്ടത്. എപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്. അലക്കിയൊക്കെ വെക്കും, വിരിക്കാൻ മറന്നു പോകും, ഡ്രയറിലിടും. പലപ്പോഴും എനിക്ക് പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റാറുണ്ടോ? എനിക്ക് മിക്കപ്പോഴും പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തിരക്കാണ്, കുട്ടികളെ വിളിക്കാൻ പോകണം. അപ്പം ഞാൻ വേഗം തന്നെ രാത്രിത്തേക്കുള്ള അത്താഴത്തിനുള്ള പണികൾ നോക്കട്ടെ. കുക്കറിൽ അവിടെ ഞാൻ കഞ്ഞിക്കുള്ള പയറ് വേഗം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തക്കാളി വാട്ടിയതും ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടി വെക്കാം. കാരണം വൈകിട്ട് എനിക്ക് ട്യൂഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ 8 മണി വരെ ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്. കാരണം 10ലെ പരീക്ഷയാണ്. 10ലെ കുട്ടികൾ ഒത്തിരി ഉണ്ട്, ഹൈസ്കൂളിലെ കുട്ടികളുണ്ട്, ചെറിയ മക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം പഠിപ്പിച്ച് വരുമ്പോൾ ട്യൂഷൻ കഴിയുമ്പോൾ ഞാനങ്ങ് അവശതയാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പണികളൊക്കെ തീർത്ത് വയ്ക്കും. സവാള വാട്ടുന്നതും താളിക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മൊരിയിച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ വാടി വരുന്ന നേരം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. അപ്പോഴേക്കും നമ്മുടെ പയർ അവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്നാക്സിനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേനും ജസ്റ്റ് നമുക്ക് കഞ്ഞിക്ക് വേണ്ടുന്നുള്ള ചോറെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ബാക്കി എല്ലാ കറികളും റെഡിയാണ്. ഇനി കുറച്ച് നേരം മക്കളുടെ കൂടെയാണ് കേട്ടോ. അതായത് ഒരു 3:30 മുതൽ 4:30-5 മണി വരെ മക്കളുടെ കൂടെയാണ്. അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ട് അന്നമോൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാനുള്ള ധൃതിയാണ്. ജോക്കിട്ട വന്ന നേരെ അടുക്കളയിൽ പോവും. എന്താണ് ഇവിടെ തിന്നാനും നമ്മ ഉണ്ടാക്കി വെക്കുന്നത്, അതാണ് അവൻ ആദ്യം നോക്കുക. മക്കളൊക്കെ അങ്ങനെയാണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ രസികൻ അരിയുണ്ടേ നല്ല അടിപൊളി കുമ്മട്ടി ജ്യൂസും കുമ്മട്ടി എന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ പറയാ, തണ്ണിമത്തന്നും പറയും. അപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുമ്മട്ടി ജ്യൂസ് വേഗം കഴിക്കും. അരിയുണ്ട് ഒരു 1-2 ഒക്കെ പോകുള്ളൂ കേട്ടോ. അതിന് പകരം വല്ല മിക്സറൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ ആ പ്ലേറ്റ് കാലിയായി പോകുന്ന വഴി അറിയില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മക്കളിങ്ങനെ കഴിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അടിപൊളിയാന്ന് പറയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.